സർ, കുറെ നാളുകൾക്ക് മുൻപ് കോൺഗ്രസ് നമ്മുടെ സർക്കാരിനെതിരെ കനത്ത പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ട് അതിശക്തമായി രംഗത്ത് വന്നിരുന്നു. അന്ന് നമ്മളൊക്കെ കരുതിയത് കോൺഗ്രസ് ഇതാ കൂടുതൽ ആ, ഏകോപിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പൂർണ്ണ സഹകരണത്തോടു കൂടി കോൺഗ്രസ് തിരിച്ചു വരുന്നു എന്നായിരുന്നു. പക്ഷേ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കോൺഗ്രസിന്റെ വ്യക്തമായ നിലപാട് അടിപിടിയോടുകൂടി അവർ തന്നെ മാധ്യമങ്ങളോടും അല്ലെങ്കിൽ പൊതുജന സമക്ഷം വന്ന് പറയുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർക്കേറ്റ തിരിച്ചടി എന്ന് പറയുന്നത് വളരെ ദയനീയമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് സകല ഊർജവും സംഭരിച്ചുകൊണ്ട് കോൺഗ്രസ് എത്തിയത് ലീഗിനൊപ്പമായിരുന്നു. അവിടെയും ഇതാ അവർക്ക് കനത്ത തിരിച്ചടിയാണ് ലഭിക്കാൻ പോകുന്നത് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. കാരണം ഹിന്ദു വോട്ടുകളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് വലിയൊരു വിജയം സ്വന്തമാക്കാം എന്ന് കരുതിയ കോൺഗ്രസിന് മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടിയതോടുകൂടി പാടെ തെറ്റുന്നു എന്ന് വേണം കരുതാൻ. ജയശങ്കർ സാർ ഈ വിഷയത്തെ എങ്ങനെ വിലയിരുത്തുന്നു? ലീഗും കോൺഗ്രസും ഒന്നിച്ചു നിന്നാൽ കോൺഗ്രസ് എത്രത്തോളം വിജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്? അതോ ലീഗിന്റെ ഒരു ആധിപത്യം കോൺഗ്രസിന് മേൽ കടന്നുകൂടിയിരിക്കുകയാണ്? ഈ ലീഗ് തുടക്കത്തിൽ തന്നെ നമ്മൾ കേട്ടതാണ്, കണ്ടതാണ്. കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി, അതായത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ നെഹ്റു ആ കാലഘട്ടങ്ങളിൽ ചത്ത കുതിര എന്നാണ് ലീഗിനെ പറഞ്ഞിരുന്നത്. അത് ഒരു തരം നാടകാഭിനയമായിരുന്നു എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതേ നെഹ്റു തന്നെ ഒരു മതത്തിന്റെ പേര് ആ പാർട്ടിക്ക് ഇട്ടുകൊടുത്ത് ഒരു രാഷ്ട്രീയ കക്ഷിയായി ലീഗിനെ അവതരിപ്പിച്ചു. മഹാത്മാഗാന്ധിജി ആ രാഷ്ട്രീയ പാർട്ടിയുടെ പതാകയോടുകൂടി ഒരു രാജ്യം തന്നെ ഇന്ത്യയുടെ ഭാഗം മുറിച്ചു കൊടുത്ത് പ്രതിഷ്ഠിച്ചു. എന്നിട്ടും തീരാത്ത വലിയ ഒരു നമ്മൾ ഈ ചേന അല്ലെങ്കിൽ ഇതൊക്കെ കേട് വരുമ്പോൾ ഇങ്ങനെ മുറിച്ചു കളയലോ, ആ കറുത്ത ഭാഗം ഇങ്ങനെ മുറിച്ചു കളയും കേട് വന്നത്. പക്ഷെ മുറിക്കുമ്പോൾ പിന്നെയും കുറച്ച് ആ നല്ല ഭാഗത്ത് ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ടായിരിക്കും. നമ്മളിത് മുഴുവൻ വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ, പൂവല്ലോ വിചാരിച്ച് മുഴുവനായി കട്ട് ചെയ്ത് കളയില്ല. അപ്പോ കുറച്ച് ഇങ്ങനെ അതിൽ വീണ്ടും ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ടായിരിക്കും. ആ കേട് മുറിച്ച് കളഞ്ഞിട്ടും ചെറിയ രീതിയിൽ ആ കറുപ്പ് ഇതിലിങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കും. അത് വീണ്ടും പടർന്ന് വലുതായി വലിയ ഒരു വിഷമായിട്ട് അല്ലെങ്കിൽ കേടുവന്ന ഭാഗമായിട്ട് അത് വീണ്ടും മാറിക്കൊണ്ടിരിക്കുക. അതാണ് ആ ഒരു ഭക്ഷണ പദാർത്ഥത്തിന്റെ അവസ്ഥ. അത് തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് മുറിച്ചു മാറ്റിയെങ്കിലും പൂർണ്ണമായി കുറച്ച് നല്ല ഭാഗവും കൂടി കൂട്ടി മുറിച്ചു വിടേണ്ടതായിരുന്നു. അത് അന്നത്തെ ഭരണകർത്താക്കൾ ചെയ്തില്ല. അത് ചെയ്യാൻ അനുവദിക്കാതിരുന്നത് നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന് പറയുന്ന മഹാത്മാഗാന്ധിജി തന്നെയാണ്. അന്നത് ക്ലീനായി മുറിക്കുമ്പോൾ കുറച്ച് നല്ല ഭാഗവും കൂടി മുറിച്ചു വിട്ടിരുന്നു എങ്കിൽ ഇന്ന് ഈ വിപത്ത് ഇവിടെ ഉണ്ടാവില്ല. കാരണം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു. ശരിയായ ഭരണാധികാരിയാണെങ്കിൽ ഈ മുറിച്ചു കൊടുക്കുന്ന പരിപാടി അവിടെ പാടില്ലായിരുന്നു. ഇനി മുറിച്ചു കൊടുത്തു എങ്കിൽ പൂർണ്ണമായി മുറിഞ്ഞു പോകേണ്ടതായിരുന്നു. ഇത് രണ്ടും ഉണ്ടായില്ല. അതിന്റെ വിഷമമാണ് ഇന്ന് ഭാരതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആ വിഷമം അന്നും, അതായത് ഒരു സമയത്ത് ചത്ത കുതിര എന്ന് ഇതേ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞിരുന്നു എങ്കിൽ അത് വീണ്ടും തലയിലേറ്റി ഗതികേടുകൊണ്ട് വോട്ട് പിടിക്കാനായി, കൂട്ടമായി വോട്ട് പിടിക്കാനായി കുറച്ചുപേരെ ഈ സമൂഹത്തിന്റെ ഇടയിൽ നിലനിർത്തിക്കൊണ്ട് കൂട്ട വോട്ട് പിടിക്കാനായി കൊണ്ടു നടന്ന് സ്വയം അനുഭവിച്ച് തലയിൽ പേറിയ ഭാരം ചുമക്കാനാവാതെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അതിന് യാതൊരു സംശയവും വേണ്ട. ഇന്ന് ആ പാർട്ടിയുടെ ഗതികേട് ഈ മുസ്ലിം ലീഗിനെ ഏറ്റി നടക്കുന്നത് തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. നോക്കൂ, ഇന്ന് കേരള നിയമസഭയിൽ 41-40 സീറ്റാണ് മൊത്തം UDFിനുള്ളത്. അതിൽ ആൾമോസ്റ്റ് പകുതി സീറ്റും മുസ്ലിം ലീഗിന്റെ കയ്യിലാണ്. നോക്കി, ഒരു നാഷണൽ പാർട്ടിയായ കോൺഗ്രസിന് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മറ്റ് ഘടക കക്ഷികൾക്ക് എല്ലാം ഉൾപ്പെടെ പകുതി ഈ ഒരൊറ്റ പാർട്ടി
പകുതി പാർട്ടിയായി മാറി നിൽക്കുന്നു. എന്നിട്ടും സതീശന്റെ മസിൽ പിടുത്തം കണ്ടാൽ നമ്മൾ അന്താളിച്ചു പോകും. സതീശന് ഒരു അധികാരവുമില്ല പ്രതിപക്ഷ നേതാവായി നടക്കാൻ. കാരണം സതീശന്റെ പാർട്ടിയെക്കാട്ടും വലിയ പാർട്ടി ഇന്ന് മുസ്ലിം ലീഗാണ്. അത് ആവശ്യം വരുമ്പോൾ ടേബിളിൽ കൊണ്ടുവച്ച് കണക്ക് പറഞ്ഞു വാങ്ങും ആര്? മുസ്ലിം ലീഗ്. അത് സമയം ആവശ്യത്തിന് ഉപയോഗിക്കാം എന്ന് വളരെ നിശബ്ദരായി സന്ദർഭത്തിന് കാത്തിരിക്കുകയാണ് മുസ്ലിം ലീഗ്. നിങ്ങൾക്ക് അറിയില്ലേ? നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. 2007 നമ്മൾ കണ്ടതാണ്. അന്നു മുതലാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ഇത്രയും അവരുടെ മതപരമായിട്ടും അവരുടെ ആചാരപരമായിട്ടും അവരുടെ സംസ്കാരവും ഇത്രയ്ക്ക് പുറത്ത് വലിച്ചെറിഞ്ഞ് കാണിച്ചു നടക്കാൻ തുടങ്ങിയത്. ആ 2007 മുതലാണ്. അതുവരെ 1995 വരെയും ഇവിടുത്തെ ഒരു മുസ്ലിമും പ്രശ്നക്കാരല്ലായിരുന്നു. ഒരു മുസ്ലിമിനെ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഇവിടെയുള്ള എല്ലാവരും റോട്ടിൽ കൂടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഒരു ആഘോഷം നടക്കുമ്പോൾ ഒരാളെയും തിരിച്ചറിയില്ല. വേഷവിധാനത്തിലോ പെരുമാറ്റത്തിലോ രൂപത്തിലോ ഒന്നിലും തന്നെ. പക്ഷെ 1998 ശേഷം നമ്മുടെ സംസ്കാരത്തിൽ മാറ്റം വന്നു, മനുഷ്യരിൽ മാറ്റം വന്നു, തിരിച്ചറിയൽ തുടങ്ങി. അതിങ്ങനെ കാലക്രമേണ പുരുഷന്മാരിൽ കണ്ടു, ഇപ്പോ സ്ത്രീകളിൽ കാണാൻ തുടങ്ങി. ഇതിനെ ആക്കം കൂട്ടിയത് 2007. 2007 എന്താ ഉണ്ടായത്? 2007 ഉമ്മൻചാണ്ടി മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ, അതായത് ഇവർക്ക് 20ഓളം MLA കാണും. ആ 20ഓളം MLAയുടെ റൈറ്റ് മാക്സിമം മന്ത്രിസഭ ഉണ്ടാക്കുമ്പോൾ ആ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ ആ ഗവൺമെന്റ് അവർക്ക് കൊടുക്കാറുണ്ട് 4 മന്ത്രിസ്ഥാനം. അത് ആ പ്രപ്പോർഷൻ അനുസരിച്ച് അവർക്ക് കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. അതുമാതിരി തന്നെയായിരുന്നു അവരുടെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസിനും 3 മന്ത്രിമാര് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ മുസ്ലിം ലീഗ് പിന്നീട് പറഞ്ഞ് പിടിച്ചു വാങ്ങുകയാണ് 5ാം മന്ത്രിസ്ഥാനം. ഈ 5ാം മന്ത്രിസ്ഥാനം കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? മന്ത്രിസഭ താഴെ വീഴും. ഈ മുസ്ലിം ലീഗിന് വലിയ ഒരു എന്തു കൊട്ടാന്ന് എനിക്ക് പറയാറില്ല, അത്രയും വലിയ ഒരു കുരുത്തി കൊട്ട വെച്ച് കാത്തിരിക്കുകയാണ് LDF. അത് പിണറായി വിജയനല്ല, ഉമ്മൻചാണ്ടിക്ക് നന്നായിട്ട് അറിയാം. അപ്പോ ഇവര് ഇവിടെ നിന്ന് വിട്ടുപോയാൽ മന്ത്രിസഭ വീഴും, LDF ഭരണത്തിൽ വരും. അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയോട് വളരെ ആക്രോശിച്ച് ആ 5ാം മന്ത്രിസ്ഥാനം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണ്. ഉമ്മൻചാണ്ടി അത് കൊടുക്കാതെ ഇങ്ങനെ പിടിച്ചു കുറച്ച് മാസങ്ങളോളം നീട്ടിക്കൊണ്ടുപോയി. അത്രയ്ക്ക് നീളുന്തോറും പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരുന്നു. മുസ്ലിം സമുദായങ്ങളുടെ ഇടയിൽ, അവരുടെ MLA-മാരുടെ ഇടയിൽ, അവരുടെ കക്ഷി നേതാവ് സംസാരിക്കാതെ നടക്കുന്ന സാഹചര്യം, പിണങ്ങി നടക്കുന്ന സാഹചര്യം. പാണക്കാട് തങ്ങള് നേരിട്ട് രഹസ്യ കോളുകൾ വിളിക്കാൻ തുടങ്ങി. ഉമ്മൻചാണ്ടി കിടന്ന് ബേജാറായി, എന്ത് ചെയ്യണമെന്നറിയാതെ. അല്ലെങ്കിൽ മന്ത്രിസഭ താഴെ വീഴും. ആ സമയത്ത് ഇതിനൊരു തീരുമാനം എടുക്കാൻ വേണ്ടി അന്നത്തെ UDF കക്ഷികൾ രഹസ്യയോഗം കൂടി. ഇത് കൊടുക്കണോ കൊടുക്കണ്ടയോ? ആ യോഗത്തിൽ ഉണ്ടായ സംഭവങ്ങൾ എന്തായിരുന്നു? കോൺഗ്രസിന്റെ ഒട്ടുമിക്ക നേതാക്കളും, അതായത് ഈ പറയുന്ന ഈ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, അല്ലെങ്കിൽ അന്നത്തെ സീനിയറായ തിരുവഞ്ചൂർ, അങ്ങനെയുള്ള എല്ലാ നേതാക്കളും മൗനാനുവാദമായിരുന്നു 5ാം മന്ത്രിസ്ഥാനം കൊടുക്കാൻ. ആലോചിച്ച് നോക്കണം. ഗതികേടാണ്, കോൺഗ്രസിന്റെ ഗതികേടാണ്. പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കണം, ഈ 5ാം മന്ത്രിസ്ഥാനം കൊടുക്കുന്നതിന് എതിരായി ശക്തമായി വാദിച്ചത് അന്ന് കോൺഗ്രസിലുള്ള 2 മുസ്ലിം നേതാക്കളായിരുന്നു. ആരൊക്കെയായിരുന്നു? ഒന്ന്, ഇന്ന് വയനാട്ടിൽ അന്നത്തെ MP ആയിരുന്ന ഷാനവാസ്, പിന്നെ
നിലമ്പൂരിലെ നേതാവായ നമ്മുടെ ആര്യാടൻ മുഹമ്മദ് എന്താന്ന് പറഞ്ഞത് അറിയൂ? 5ാം മന്ത്രിസ്ഥാനം കൊടുത്താൽ ഇത് കോൺഗ്രസിന്റെ അവസാന മുഖ്യമന്ത്രിയായിരിക്കും കേരളത്തിലെ എന്നാണ് ആര്യാടൻ അന്ന് പ്രസംഗിച്ചത് ആ യോഗത്തിൽ. ഒരു കാരണവശാലും 5ാം മന്ത്രിസ്ഥാനം കൊടുക്കരുത്. ഇത് കൊടുത്താൽ ഇത് കോൺഗ്രസിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയാണ്, ഓർത്തോളൂ. ആര്യാടൻ അന്ന് തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് ഷാനവാസും പറഞ്ഞത്. ഒരു കാരണവശാലും കൊടുക്കരുത്. ഇത് കൊടുത്താൽ ഇത് കോൺഗ്രസിന്റെ അധപ്പതനമായിരിക്കും. അന്ന് ബെന്നി ബെഹനാൻ പറഞ്ഞു, ഈ മുസ്ലിം ലീഗിന്റെ തീർച്ചൂരത്തിന് ഒരു കാരണവശാലും കൂട്ടുനിൽക്കരുത്, ഇത് കൊടുക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ രമേശ് ചെന്നിത്തലയോ അന്നും സതീശൻ അവിടെ വാലും ചുരുട്ടി നിൽക്കുന്നുണ്ട്. സതീശനോ അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ ആരും തന്നെ ഒരക്ഷരം മുണ്ടിയില്ല. അവർക്ക് മന്ത്രിസഭ വീഴുവോ എന്നുള്ള പേടിയാ. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കി. അവസാനം ഈ മന്ത്രിസഭ വീഴുമെന്ന ഒരു പ്രത്യേക സാഹചര്യം, ഇൻഫർമേഷൻ അവർക്ക് കിട്ടിയതിന്റെ ഭാഗമായിട്ട് ഈ 5ാം മന്ത്രിസ്ഥാനം കൊടുത്തു. അപ്പൊ അന്ന് ആര്യാടൻ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ് ആ വാക്ക്? 5ാം മന്ത്രിസ്ഥാനം കൊടുത്താൽ ഇത് കേരളം കാണുന്ന കോൺഗ്രസിന്റെ അവസാന മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി അന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാണാം, അതാണ് വരും ദിവസങ്ങളിൽ കാണുന്നത്. അപ്പോ ലീഗ് വിഴുങ്ങിയ കോൺഗ്രസ് ആണ് ഇപ്പോ ഇവിടെ ഇങ്ങനെ കിടന്ന് വട്ടം തിരിയുന്നത്. അത് നമ്മൾ കണ്ടു. ഇപ്പതാ പാലക്കാട് തൊട്ട് ഈ സതീശന്റെ യാത്ര പോകുന്നുണ്ട്. ഒരു കോലാഹലവുമില്ല. ഒരു സാധാരണ ഒരു പദയാത്രയായിട്ട് പോകുന്നു. എന്താണ് ഈ മലപ്പുറത്തും കോഴിക്കോട് ഇത് ഭയങ്കര ഒരു സംഭവമായി കണ്ടത്? അവിടെ ഏതോ 2-3 വേദികൾ കണ്ടതാണല്ലോ. ഷാഫി പറമ്പലിന് ഉന്തുന്നു, ഡാൻസ്, എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. പലതരം നാടകങ്ങൾ അവിടെ കണ്ടു. അപ്പോ ലീഗാണ് ഇവിടെ മൊത്തമായി കളിക്കുന്നത്. അതിന്റെ ഭാഗമാണല്ലോ കാസർഗോട്ടിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ലേഡി നജ്മ. ആ നജ്മ പഞ്ചായത്ത് ഇലക്ഷന് നിൽക്കുമ്പോ അവിടുത്തെ മുസ്ലിം ലീഗുകാരും കോൺഗ്രസ്സുകാരും എന്താ പ്രസംഗിച്ചത്? 5 നേരവും മുടങ്ങാതെ നിസ്കരിക്കുന്ന, മത ആശയങ്ങളും മത ആദർശങ്ങളും വളരെ വ്യക്തമായി പരിപാലിച്ച് ജീവിതം നയിക്കുന്ന, അതായത് ഒരു വർഗീയ ചിന്താഗതിക്കാരിയാണ്, ഒരു മുസ്ലിമാണ്, തീവ്രവാദി എന്ന് മാത്രം ഒരു വാക്കേ പറയാത്തുള്ളൂ. ഇലക്ഷന് പ്രസംഗിച്ചത് അവിടുത്തെ നേതാക്കന്മാര് വോട്ട് ചെയ്യുക, ഇത്തരത്തിലുള്ള ഒരു മത ആചാരങ്ങളെ കൊണ്ടു നടക്കുന്ന പബ്ലിക്കായിട്ടാണ് ഇത് പറയുന്നത്. അങ്ങനെ അവിടെ ജയിച്ചു. അവര് ജയിച്ചിട്ട് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടും. കാസർകോട്ടെ മുസ്ലിം ലീഗ് കൊട്ടിയാൽ ആ നജ്മയുടെ പ്രസംഗം കിട്ടും. ഗതികേടുകൊണ്ട് കോൺഗ്രസിലെ ചില ഹിന്ദു ജന്തുക്കളായ ചില നേതാക്കന്മാർ ഈ നജ്മയെ കൊണ്ടുവന്ന് കൊടുങ്ങല്ലൂര് ഒരു ശ്രീനാരായണീയ ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി, ശ്രീനാരായണ ഗുരുദേവന്റെ ഫോട്ടോ മുന്നിൽ വെച്ചിട്ട് ആ നജ്മയെ പ്രസംഗിക്കുന്ന പ്രസംഗവും നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. എന്താ ആ ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞ ഒരു ദൈവം, ഒരു ജാതി മനുഷ്യനെ വേറെ എല്ലാവരും ഒന്നാണ് എന്നുള്ള ആശയവുമായിട്ട് നടക്കുന്ന ശ്രീനാരായണ ഗുരുവിന്റെ മുന്നിൽ നിന്നിട്ട് മതമില്ലാതെ ജീവിക്കാൻ പറ്റില്ല, മതമുണ്ടെങ്കിലേ ഞങ്ങളുടെ ഐഡന്റിറ്റി ഉള്ളൂ, ഈ മതം വെച്ച് ഞങ്ങൾ ഭരണത്തിൽ കയറും, ഞങ്ങൾ അധികാരങ്ങൾ പിടിച്ചടക്കും, ഞങ്ങളുടെ അവകാശങ്ങൾ പിടിച്ചടക്കും, അതിന് ഞങ്ങൾ മതം ഉപയോഗിക്കും, ഞങ്ങൾ മതത്തിന് വേണ്ടി പ്രവർത്തിക്കും. ഒരു ശ്രീനാരായണീയന്റെ വേദിയിൽ നിന്നിട്ട് നജ്മ പ്രസംഗിക്കുകയാണ്. നമ്മൾ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ഷാജിയുടെ പ്രസംഗം കുറെ കേട്ടതല്ലേ? അതേടെ തലയാട്ടി ഇരുന്നില്ലേ സതീശൻ? എന്താ പ്രസംഗിച്ചത്? മതമല്ല, മതമല്ല, മതമല്ല. ആദ്യം പറയും മതം തന്നെയാണ് ഞങ്ങളുടെ ഐഡന്റിറ്റി. ഞങ്ങൾ മതം വെച്ച് അധികാരത്തിൽ കയറും, അധികാരം പിടിച്ചു പറ്റും. കഴിഞ്ഞ 10 കൊല്ലം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട അവകാശങ്ങൾ ഞങ്ങൾ എഴുതിയെടുക്കും. ആര്? ഷാജിയുടെ തറവാടാ ഈ കേരള ഖജനാവ്. ആലോചിച്ച് നോക്കി. എന്നാ ഇത്തരം പ്രസംഗം നടത്തിയപ്പോ ആ പാർട്ടിയുടെ നേതാവ് തങ്ങള് മുണ്ടിയില്ല, ഒരക്ഷരം മുണ്ടിയില്ല, ഒരാളും മുണ്ടിയില്ല.
ഈ സതീശൻ മതേതരത്വം പറഞ്ഞ നടക്കുന്ന സതീശൻ എന്തെങ്കിലും ഒരു ആക്ഷൻ ഈ ഷാജിക്കെതിരെ എടുക്കാൻ പറഞ്ഞില്ല. ഇതിനുള്ള ധൈര്യമില്ല, നാവില്ല. സതീശൻ എന്നും ഔട്ടാവും അത് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗിന്റെ ആ കുടത്തിൽ കിടക്കുകയാണ് കോൺഗ്രസ്. അതിൽ ഇടയ്ക്കിടയ്ക്ക് ഈ തവള ഒന്നിങ്ങനെ പൊന്തി നോക്കില്ലേ, അതേമാതിരി പൊന്തി നോക്കുന്ന ആ തവളകളിൽപ്പെട്ട ഒന്നോ രണ്ടോ വ്യക്തികളാണ് ഈ സതീശനും രമേശനും വേണുഗോപാലനും. അവര് വല്ലാതെ പൊന്തുമ്പോ അടിയിൽ നിന്ന് ഈ ഞെണ്ടിടല്ലോ, പിടിച്ചു വലിച്ചിടുന്ന താഴത്തേക്ക് പിടിച്ചു വലിച്ചിടും. ആ കുടത്തിൽ കിടന്നിങ്ങനെ കുടുങ്ങിക്കെടുക്കുകയാണ് ലീഗ് എന്ന കുടത്തിൽ. അപ്പൊ ലീഗിന്റെ ആ മാസ്മര വലയത്തിൽ കെടുക്കുന്നതാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ അവസ്ഥ. അന്ന് ആര്യാടൻ പറഞ്ഞത് തനി അതുമാതിരി തന്നെ ആവർത്തിക്കും. അതായത് 5ാം മന്ത്രി കൊടുത്താൽ ഇത് കോൺഗ്രസിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും കേരളത്തിൽ. അന്ന് തന്നെ കാര്യാടൻ പറഞ്ഞിട്ടുണ്ട്, ഷാനവാസും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ 2 വ്യക്തികളും ഇന്ന് ഇല്ല. ദൈവം അവരെ സ്വർഗലോകത്തിലേക്ക് വിളിച്ചു. അത് കാരണം നമുക്ക് ചോദിക്കാൻ പറ്റില്ല. പക്ഷെ ബെന്നി ബെഹനാനുണ്ട്, അന്ന് അതേ യോഗത്തിൽ അതിൽ പ്രതിഷേധിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാം. അതല്ല എല്ലാവരും ഉണ്ട് ആ യോഗത്തില്. അവരൊന്നും ഇപ്പോൾ അത് പറയാൻ തയ്യാറാവില്ല. അപ്പൊ അന്ന് തന്നെ കോൺഗ്രസിനെ ലീഗ് വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും സർ സൂചിപ്പിച്ചതുപോലെ ലീഗിന്റെ ഒരു ആധിപത്യം കോൺഗ്രസിന് മേൽ കാണുന്നു എന്ന് തന്നെ വേണം കരുതാൻ. മിക്ക വേദികളിലും കോൺഗ്രസ് നടത്തുന്ന പുതുയുഗ യാത്രയിലെ മിക്ക വേദികളിലും മുസ്ലിം നേതാക്കളുടെ സാന്നിധ്യം നൽകുന്ന സൂചനയും അത് തന്നെയാണ്. എങ്ങാനും കോൺഗ്രസ് ജയിച്ചാൽ മന്ത്രിസഭയിൽ ലീഗിന്റെ എത്ര മന്ത്രിമാരുണ്ടാകും എന്ന ചോദ്യമാണ് ഇപ്പോൾ ചർച്ചകളിൽ നിറയുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ജയിക്കാനുള്ള സാധ്യതയും വളരെ വളരെ കുറവാണ് എന്നത് വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ സർ.